ഗുഡ് മോർണിംഗ് എവ്രി വൺ. അങ്ങനെ തന്നെ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ കുളിച്ച് സെറ്റപ്പായി ഫുഡ് കഴിക്കാൻ കഫേ 108 എന്നുള്ള ഒരു കഫേയിൽ പോയി. കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് പോയത്. നല്ല മീൻസ് ട്രാവൽ ചെയ്യുന്ന ആൾ മോസ്റ്റ്ലി ഈ ഒരു റിവ്യൂസ് കണ്ടിട്ടായിരിക്കും അവിടെ പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ. പക്ഷെ നമ്മൾ എന്താ പറയുക, ആ റിവ്യൂ കണ്ടത്ര എക്സ്പെക്ട് ചെയ്തത്ര രസമുണ്ടായിട്ടില്ല. ഇവിടുത്തെ ഫുഡ് തന്ന പ്രസന്റേഷനും ഇതിന്റെ സർവീസ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുന്നത്, നമുക്ക് ആ എക്സ്പെക്ട് ചെയ്ത് പോയത്ര ആ ഒരു നമുക്ക് ആ ക്വാളിറ്റി ഒന്നും ടേസ്റ്റും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിന്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിന്, ചെറിയ റേറ്റ് ഒന്നുമല്ല. പിന്നെ അതിനൊരു കോഫിയും കുടിച്ചു. കോഫി നല്ല രസം ഉണ്ടായിന്. കോഫി നല്ല ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത് നോർത്ത് ഗോവയിലല്ലേ? നോർത്ത് ഗോവയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു സൗത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് സംതിങ് ആണ് ഗോവൻ്റെ. അത് കണ്ടപ്പോൾ ജസ്റ്റ് നല്ല ഒരു വ്യൂ ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ ആ ഒരു വീഡിയോ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജും അടുത്ത റോഡും അടിപൊളി റോഡ്. അപ്പം നമ്മൾ ഇവിടെ നോർത്ത് ഗോവയിലെത്തി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ഫൗണ്ടെയിനാസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അത്യാവശ്യം റീൽസും ഫോട്ടോസ് എല്ലാം എടുക്കാനുള്ള നല്ലൊരു കുറേ കളർഫുൾ ബിൽഡിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. മീൻസ് നമ്മൾ ട്രാവലേഴ്സിന് നമുക്ക് വൺ ടൈം വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് ഗോവയിൽ. കുറേ ആൾക്കാർ ഫോട്ടോസും റീൽസ് എല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം ഗോവയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ പോയിട്ടില്ല. നമ്മൾ മീൻസ് റിസർച്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അല്ലേ? കുറേ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണിത്. പക്ഷെ മോസ്റ്റ്ലി എല്ലാ ട്രാവലേഴ്സും പോയിട്ടുള്ള ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ജെൻസ് കൂടുതൽ ആൾക്കാരൊന്നും ഇതിന് പോകും തോന്നുന്നില്ല. ലേഡീസ് ആ ഒരു ഫാമിലി അങ്ങനെ പോകുമ്പോഴേക്കായിരിക്കും ഇവിടെ കൂടുതലായിട്ട് പോകുന്നത്. ഇത് ഫൗണ്ടെയിനാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കോർണിഷാണ്. മീൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല അവിടെ, കാരണം അടിപൊളി വെയിൽ എന്നെല്ലാം പറയുന്നില്ലേ, നല്ല വെയിലുണ്ടായി. പക്ഷെ ഉച്ച സമയത്തായതുകൊണ്ട്. പക്ഷെ ഇത് വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മോർണിംഗ് അവേഴ്സിലൊക്കെ നല്ല ആൾക്കാരുണ്ട്, ക്രൗഡ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജല്ലോ. പിന്നെ നല്ല പൈക്കാൻ തുടങ്ങി. രാവിലെ നമ്മ നല്ലോണം ഏർലി മോർണിംഗ് അല്ലേ ഫുഡ് കഴിച്ച, ഒരു 7-8 o'clock ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നല്ല ട്രാവലും ചെയ്തില്ലേ സൗത്ത് നിന്ന് നോർത്തിലേക്ക്. പിന്നെ നമ്മൾ ഈ ഒരു ഫിഷിൻ്റെ താലി നമ്മൾ സെർച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് എത്തിപ്പെട്ടത് ഈ സ്മിത്ത് ആൻഡ് അപ്പി ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന സമയത്ത് ജനീത അവിടെ റിസപ്ഷനിൽ പോയി കുറച്ച് ബഡായി എല്ലാം പറയുന്നുണ്ടായിന്. റിസപ്ഷനിൽ ബഡായി പറയുന്നല്ല, ജസ്റ്റ് ഓരോ ആ ഒരു ഫെസിലിറ്റിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയെന്നുള്ളൂ. പോയിട്ടാകുമ്പോഴേക്ക് അവർക്ക് നിങ്ങളെ മലയാളിയാണോ? ഞാൻ പോകുമ്പോൾ ഭയങ്കര തള്ളുന്നുണ്ടായിന് അവിടെ. അതല്ല, ഞാൻ എന്താ പറയുക, ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ച് മീൻസ് അല്ല യൂറോപ്യൻസോ അങ്ങനെ ആരെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ ബിൽഡ് ചെയ്തായിരിക്കും. അവർക്ക് വേറെ 2-3 റിസോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ. പിന്നെ ഫുഡ് വന്നല്ലേ നമുക്ക്. ഫുഡ് കിങ് ഫിഷ് താളിയും പിന്നൊരു എന്തോ ഒരു താളിയും ഓർഡർ ചെയ്ത്. കിങ് ഫിഷ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിങ് ഫിഷ് ആണ്. പക്ഷെ അതൊരു ഫ്രഷ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു. ഫിഷ് അത്ര രസം ഉണ്ടായിട്ട് കറിയെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ മീൻസ് നമ്മ ആ ഒരു എക്സ്പെക്ട് എല്ലായിടത്തും നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ട്
പോയിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴേക്കുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ. പിന്നെ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അപ്പൊ പിന്നെ ഒരു കട്ടനും കുടിച്ചിട്ട് നല്ല ഉച്ച സമയമായിരുന്നല്ലോ. മീൻസ് നമുക്ക് ആ ഒരു ഉച്ച സമയത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റിയ ലൊക്കേഷൻസ് ഒന്നുമില്ല, ബീച്ചിലൊക്കെ ഈവനിങ്ങിലല്ലേ. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ചും കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. മീൻസ് ആ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു, അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3:30 ആയപ്പോൾ ഞമ്മ അവിടുന്ന് ഇറങ്ങി അഞ്ജുന ഫ്ലീ മാർക്കറ്റിലേക്ക് ഇറങ്ങി. പക്ഷെ നമ്മൾ വേറെ സൈഡിലും ഇതിന്റെ കുറെ സൈഡ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ എടുത്തത് കുറച്ചും ആ ഒരു നല്ല വലിയ മാർക്കറ്റാണ്. വലിയ മാർക്കറ്റാണ്, അത്യാവശ്യം കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസും മീൻസ് കരകൗശല വസ്തുക്കൾ അല്ലേ. പിന്നെ ഇവിടെ ചീപ്പ് മാർക്കറ്റ് ഒന്നും പറയാനൊന്നും പറ്റൂല അല്ല, വീഡിയോസിൽ ഭയങ്കര ചീപ്പ് എന്നെല്ലാം പറയുന്നു. യൂട്യൂബ് വീഡിയോസിൽ നീ ഞങ്ങൾക്ക് കാണിച്ചാൽ ചെറിയ പൈസ. ഞാൻ ആ പോകുന്ന സമയത്ത് അതിനോട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇത്ര കുറഞ്ഞിട്ടൊന്നും അത് വെറുതെ തള്ളാണ്. വീഡിയോസിലെല്ലാം കുറേ ആൾക്കാർ പറയുന്നത് ഈ ഒരു അഞ്ജുന മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് കുറവാണ്, മീൻസ് പ്രൈസ് അടക്കം പറയുന്നുണ്ട്. പക്ഷെ ആ പ്രൈസിന് മീൻസ് നമുക്ക് അറിയാലോ ആ പ്രൈസിന് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടൂലെന്ന്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ലോങ് ലിസ്റ്റ് ആക്കിയിട്ടെല്ലാം വന്നത്, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഇവിടെ എത്തിയിട്ടാകുമ്പോൾ അത് ഷോർട്ട് ലിസ്റ്റായി. കാരണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നീ ഒരു എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു പ്രൈസ് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് ആ ഒരു പ്രൈസിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയത്. പക്ഷെ ആ റേറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ വെർത്ത് അല്ലാതെ പോലെ തോന്നിയത്. പിന്നെ നല്ല ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ കിട്ടുമായിരിക്കുമല്ലോ ഞമ്മ. പിന്നെ ഇല്ല മീൻസ് നമുക്ക് അറിയില്ല ഒരു പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാലോ. ഇപ്പം ഈ ഡ്രസ്സിൻ്റെ ഒക്കെ വില നമ്മൾ ചോദിക്കുമ്പോഴേക്ക് ആ ഒരു റീസണബിളായ മീൻസ് നമുക്ക് ഓക്കെ ആ റേറ്റ് എന്തായാലും വരും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോസിലൊക്കെ വെറുതെ തള്ളാണത്. വീഡിയോസിൽ പറയുന്നു ബാർഗെയിൻ ആക്കണം, ബാർഗെയിൻ ആക്കിയാൽ നല്ല റേറ്റിന് കിട്ടുന്നല്ല. क्या है झूठ का है. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മ അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് പോയല്ലേ. ബീച്ചിലേക്ക് ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു 4:30 5 o'clock അടുത്തായിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവും അല്ലെ. അഞ്ജുന ബീച്ചിലേക്കാണ് പോയത്. അഞ്ജുന ബീച്ചിൽ പിന്നെ പോകുന്ന വഴിയിൽ നമ്മളൊരു ബുള്ളറ്റ് റൈഡേഴ്സിൻ്റെ ഒരു കഫേ കണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുന്ന ഈ ഒരു ബുള്ളറ്റ് ഫാൻ ആയതുകൊണ്ട് ഇവളോട്ട് ആ വീഡിയോ മീൻസ് ആ വീഡിയോസ് ഞാൻ ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞു ഈ ബുള്ളറ്റിൻ്റെ. പിന്നെ പോകുന്ന വഴിയിൽ കായക്കിങ്ങിൻ്റെ ഇത് കണ്ട് അവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ലേറ്റ് ആവും പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് ബീച്ചിൽ തന്നെ പോയതാണ്. അത് ഇതിന് ബീച്ച് ടോയ്സ് എല്ലാം വാങ്ങിയോണ്ട് ഓന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര അൽമ്പാക്കുന്നുണ്ടായിന്. പിന്നെ ഈ ഒരു കോർണിഷ് സൈഡിലുള്ള ഈ റിസോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ നമുക്ക് എന്താ പറയുന്ന വീഡിയോയിൽ അത്ര ഒരു രസമില്ല കാണാൻ. വീഡിയോയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്ക് അത്ര രസമില്ല, പക്ഷെ അവിടെ റിയൽ ആയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ അവിടെ ബീച്ചിൻ്റെ അടുത്തെത്തിയല്ലേ. മീൻസ് അത് ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ഇത്. മീൻസ് ഫുള്ള് കഫേസും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ബീച്ചിലും നമ്മൾ എന്താ പറയുക ആ ഒരു എത്തുന്ന സമയത്ത് വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആ കഫേൻ്റെ എല്ലാം സീറ്റിംഗ് എല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ സമയത്ത് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി എല്ലാം കുറേ നടക്കുന്നുണ്ട്. വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് മീൻസ് ത്രൂ ഡേ ടൈമിൽ നടക്കുന്നുണ്ട്. മീൻസ് ഈവനിങ് ഒരു സൺസെറ്റ് കഴിഞ്ഞിട്ട് അവർ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ആണ് ആക്ച്വൽ എന്താ പറയുന്ന ആ ബീച്ചിൻ്റെ ആംബിയൻസ് വരുന്നത് നൈറ്റിൽ. മീൻസ് ബാറും കാര്യങ്ങളും ഫുഡും അങ്ങനെല്ലാം ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത ബീച്ചസ് എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആക്കിയിട്ടുണ്ട്, നല്ല ക്ലീൻ ഉണ്ടായിന്. അതൊരു എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്, നീറ്റ്നെസ്സിൻ്റെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐദീനുള്ള കളിച്ച് അതിൻ്റെ ഇടയിൽ ഐദീനൊരു ഫ്രണ്ടിനെയും കിട്ടിയായിരുന്നു കളിക്കാൻ. അവൻ്റെ ടോയ്സ് എടുക്കുക, പക്ഷെ അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല ടോയ്സ് എടുക്കുക.
പിന്നെ നമ്മുടെ ബീച്ചിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കട്ട് ഫ്രൂട്ട്സ് എല്ലാം വിൽക്കാൻ വരുന്നുണ്ടായിന്. അതെല്ലാം വാങ്ങിയിട്ട് കഴിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന്. മീൻസ് അവർ നല്ല രസമുണ്ടായി, നല്ല ക്വാളിറ്റി ഉണ്ട് ആ ഒരു തരുന്ന ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ രാത്രിയാകുമ്പോൾ നല്ല വൈബല്ലേ അവിടെ. രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാകുമ്പോഴേക്ക് നമുക്ക് എന്താ പറയുന്ന ആ ഒരു യഥാർത്ഥ വീഡിയോസിലെല്ലാം കണ്ട് ഗോവ വൈബ് വന്നത് ഈ ലൈറ്റ്സ് എല്ലാം കാണുമ്പോൾ. ഈ സ്പെക്സ് ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ വാങ്ങിയത് 100 റുപ്യക്കല്ല വാങ്ങിയത്. 100 റുപ്യക്ക് വാങ്ങിയ, പക്ഷെ സൗത്തിൽ ഇതിന് സംതിങ് ലൈക്ക് 400-500 എന്തോ. പിന്നെ നമ്മൾ പോയ സമയം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറായിരുന്നു. ന്യൂ ഇയറും ക്രിസ്മസും ഒന്നിച്ച് വരുന്നതുകൊണ്ട് എല്ലാ സൈഡിലും ഡെക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും നമുക്ക് കാണുന്നേ ഉണ്ടായിട്ടില്ല. കുറേ തപ്പിയിട്ട് നമുക്ക് കുറേ ലാസ്റ്റ് ടൈം സൗത്തിൽ എത്തുമ്പോൾ തോന്നുന്നത് നമുക്ക് നല്ല റൂമിന്റെ അടുത്ത് എത്താനാകുമ്പോൾ ഒരു കഫേ കണ്ടു. കഫേ അല്ല, ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ജോയിന്റ് മീൻസ് അവിടുന്ന് കാണുമ്പോൾ പിന്നെ എന്താ പറയാ ഇത് മോമോസും ഫ്രൈഡ് റൈസും കഴിച്ചു. പക്ഷെ അതിന്റെ ചെറിയ രീതിയിൽ നമുക്ക് പണി കിട്ടീന് അല്ലേ. പിറ്റേ ദിവസം നമുക്ക് പണി കിട്ടീന് ഇവിടുന്ന് കഴിച്ച. പിന്നെ അവിടെ ഒരു കോഫിയും കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. നല്ല ടയർഡായിരുന്നു, നല്ല ലേറ്റും ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.